Hi friends, അപ്പോൾ ഇതെൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ റീപ്ലേസ്മെൻറ്റ് ഓഫ് ലെറ്റേഴ്സ് ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ലെറ്റേഴ്സ് ആണ് പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ റീപ്ലേസ്മെൻറ്റ് ഓഫ് ലെറ്റേഴ്സ്. അപ്പോൾ ഇത് ഒരു 6 ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു 3 ടൈപ്സ് മാത്രമാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് പഠിപ്പിക്കുന്നത് അത്യാവശ്യം സിമ്പിളാണ്, വേഗം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി വരുന്ന ക്ലാസ്സിൽ ഒരു 3 ടൈപ്പ് പഠിപ്പിക്കുന്നുണ്ട്, അതാണ് കുറച്ചുകൂടി ടഫ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം എവരിവൺ, മൈ നെയിം ഇസ് ദിനേഷ്, യു ആർ വാച്ചിങ് ബിൽഡ് യുവർ കരിയർ. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് ഓഫ് ലെറ്റേഴ്സിൽ 3 ടൈപ്പാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ലെറ്റർ കോഡിംഗ്, ഓപ്പോസിറ്റ് ലെറ്റർ കോഡിംഗ്, കോഡിംഗ് ഓഫ് ലെറ്റേഴ്സ് ബൈ ദെയർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഡയറക്റ്റ് ലെറ്റർ കോഡിംഗ്, കോഡിംഗ് ഓഫ് ലെറ്റേഴ്സും സിമ്പിളാണ്. ഓക്കെ, അതായത് ഒന്നാമത്തും മൂന്നാമത്തും. ഡയറക്റ്റ് ലെറ്റർ കോഡിംഗ് നമുക്ക് വേഗം ചെയ്യാൻ സാധിക്കും. കോഡിംഗ് ഓഫ് ലെറ്റേഴ്സ് നമുക്കൊരു ആൽഫബറ്റിക് ഓർഡർ അറിയാമെങ്കിൽ വേഗം ചെയ്യാൻ സാധിക്കും. പിന്നെ ഓപ്പോസിറ്റ് ഓഫ് ലെറ്റേഴ്സ്. അപ്പോൾ ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്, അതായത് കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിലെ എൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ കുറച്ച് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് പഠിക്കാൻ ഞാൻ കുറച്ച് വേർഡ്സ് ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഓപ്പോസിറ്റ് ലെറ്റർ കോഡിംഗ് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഡയറക്റ്റ് ലെറ്റർ കോഡിംഗ് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഡയറക്റ്റ് ലെറ്റർ കോഡിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വേർഡ് തന്ന് വണ്ടർഫുൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു വേർഡിന് എന്തെങ്കിലും ഒരു കോഡ് ചെയ്ത് എന്തെങ്കിലും ഒരു 5-6 അക്ഷരം പറയും. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് പറയും, അതായത് തന്നിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ വേർഡിൽ ഇതിലെ തന്നെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു വാക്ക്, ഇപ്പോൾ ഇതിൽ നിന്നാണ് ഫുൾ എന്നൊരു വേർഡ് കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ എഫിൻ്റെ അവിടെയുള്ള ഏത് ലെറ്ററാണോ അത് ആദ്യം ഇവിടെ എഴുതുക. പിന്നെ അത് കഴിഞ്ഞ് യുവിൻ്റെ അവിടെ ഏത് ലെറ്ററാണോ വരുന്നത് അത് രണ്ടാമത് എഴുതുക. പിന്നെ എല്ല്, അത് ഏത് ലെറ്ററാണ് വരുന്നത് അതിവിടെ 2 പ്രാവശ്യം എഴുതുക. ഓക്കെ, ഇത്രയുള്ളൂ കാര്യം. അതായത് ഡയറക്റ്റായിട്ട് ലെറ്റർ കോഡിംഗ് ആണ്. ഓക്കെ, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്ത് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാം ആദ്യം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടാനത് ആദ്യം നിങ്ങളുടെ ആ ഒരു വേർഡ് ഇവിടെ എഴുതുക, ഹോണസ്റ്റി. അതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ വേർഡ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോഡഡ് ലാംഗ്വേജ് ABCXZDQ, ഇതാണ് നമ്മുടെ കോഡഡ് ലാംഗ്വേജ്. ഒന്നാമത്തെ വേർഡ് ഇത് കോഡഡ് ലാംഗ്വേജ്. അപ്പോൾ നമുക്കിനി ഇവിടെ എഴുതേണ്ടത് ടോണി എന്ന് പറഞ്ഞൊരു വേർഡിൻ്റെ കോഡഡ് ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ലെറ്റർ കോഡിംഗ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ എച്ച് എന്ന ലെറ്ററിന് എ ആണ് ഇവിടെ അസൈൻ ചെയ്തേക്കണത്, ഒയിനാണെങ്കിൽ ബി, എന്നിനാണെങ്കിൽ സി, ഇക്കാണെങ്കിൽ എക്സ്, എസിനാണെങ്കിൽ ഇസഡ്, ടിക്കാണെങ്കിൽ ഡി, വൈനാണെങ്കിൽ ക്യൂ. ഓക്കെ, അപ്പോൾ ടിക്ക് ഏത് ലെറ്ററാണ് ഇവിടെ? ഡി. ഓക്കെ, ഓയ്ക്കോ? ഓയുടെ ഇവിടെ ബി. എന്നിനോ? എന്നിവിടെ നോക്കിയേ സി. ആൻഡ് ലാസ്റ്റ് വൈ. വൈക്ക് ഇവിടെ ക്യൂ. അപ്പോൾ DBCQ ആണ് ടോണിയുടെ ആ ഒരു കോഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡയറക്റ്റ് ലെറ്റർ കോഡിംഗ്. ഓക്കെ, നമുക്കൊരു 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്തേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കുഡ്, COULD. അത് കോഡ് ചെയ്തേക്കണേ BNTKC. അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴെ തന്നെ എഴുതുകയെന്ന് വെച്ചാൽ നമുക്ക് വേഗം പറയാൻ പറ്റും. ഇപ്പോൾ സിക്ക് അസൈൻ ചെയ്തേക്കുന്ന ലെറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ബി എന്ന് പറയാൻ പറ്റും, ഡിക്കാണെങ്കിൽ സി എന്നും. ഓക്കെ, വേഗത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. അതിൻ്റെ താഴത്തെ എഴുതുക. അപ്പോൾ MARGIN, മാർജിൻ്റെ അസൈൻ ചെയ്തിരിക്കുന്ന വേർഡ് LZQFHM. അപ്പോൾ നമുക്കിനി എഴുതേണ്ടത് MOULDING. ഓക്കെ, അപ്പോൾ നമുക്ക് 2 വേർഡും 2 കോഡഡ് ലാംഗ്വേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ലെറ്ററിനും ഓരോ ലെറ്റർ ഇവിടെ അസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം എമ്മിന് ഇവിടെ അസൈൻ ചെയ്തിരിക്കുന്ന ലെറ്റർ ഏതാ? L. ഓക്കെ, ഓയ്ക്കോ? ഓക്കെ, ഇവിടെയുള്ള ആദ്യത്തെ ലെറ്റർ ഉണ്ട്, കുഡിലുണ്ട് നമുക്ക്. ഓയുടെ ഇവിടെ N. നെക്സ്റ്റ് യു ദേ ഇവിടെ ഉണ്ട്, അപ്പോൾ ടി കിട്ടി നമുക്ക്. ടി. എല്ലിന് K, ഡിക്ക് C, ഐക്ക് H, എന്നിന് M, ജിക്കോ ലാസ്റ്റ് F. കിട്ടിയോ? സംഭവം ഓക്കെ അല്ലേ? അപ്പോൾ ഡയറക്റ്റ് ലെറ്റർ കോഡിങ് ചെയ്ത പോലെ തന്നെ ഓപ്പോസിറ്റും സെയിം തന്നെയാണ്. അതായത് ഇവിടെ ഏത് ലെറ്റർ ഉണ്ടോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലെറ്റർ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞായിരുന്നു. കുറച്ച് വേർഡ്സ് നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇത്രയും വേർഡ്സ് നമ്മൾ പഠിച്ചാൽ നമുക്ക് സംഭവം ഈസിയാണ്, വേഗം നമുക്ക് കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ആക്കുക. ഹസ, ബൈ, 6, ഡ്യൂ, അങ്ങനത്തെ വേർഡ്സ്. അപ്പോൾ നമുക്ക് എയുടെ ഓപ്പോസിറ്റ് ഇസഡും ബിയുടെ ഓപ്പോസിറ്റ് വൈ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വരാൻ നേരത്ത്, അതായത് ഈ ഒരു കോഡഡ് ലാംഗ്വേജിൽ നമുക്ക് ഓപ്പോസിറ്റ് ലെറ്റർ കോഡിങ് എന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്കിതിന് ആൻസർ കണ്ടെത്താൻ സാധിക്കൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നോഷൻ,
അത് കോഡ് ചെയ്ത് വരാൻ നേരത്ത് എം എൽ ജി ആർ എൽ എം എന്ന് പറഞ്ഞ് വരും. ഓക്കെ, എന്നിൻ്റെ ഓപ്പോസിറ്റ് എം, അതായത് മാൻ എന്നൊരു ലെറ്റർ. എല്ലിൻ്റെ ഓപ്പോസിറ്റ് ഒ, അതായത് ലവ്. ഐ ആർ ഇന്ത്യൻ റെയിൽവേ. ജി ടി റോഡ്, ലവ്, മാൻ. ഓക്കെ, സംഭവം കിട്ടിയല്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വെക്റ്റർ കണ്ടുപിടിക്കാം. VECTOR. ഓക്കെ, അപ്പോൾ വിയുടെ ഓപ്പോസിറ്റ് ഏതാണ്? വിയുടെ ഓപ്പോസിറ്റ് ഇ ആണ്, അതായത് ഈവനിങ്. ഈ വി എന്ന് പറഞ്ഞ വരികയല്ലേ ഈവനിങ്. ഓക്കെ, ഇയുടെ ഓപ്പോസിറ്റോ വി കിട്ടി. സിയുടെ ഓപ്പോസിറ്റോ എക്സ്, അതായത് 6 എന്നൊക്കെ പറഞ്ഞു വരില്ല, അതായത് സി എന്നൊക്കെ പറഞ്ഞു CIX. അത് ടിയുടെ ഓപ്പോസിറ്റോ ജി ടി റോഡ്. മനസ്സിലായല്ലോ. ഒയുടെ ഓപ്പോസിറ്റ് LOV എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, ആറിൻ്റെ ഓപ്പോസിറ്റോ ഐ, ഇന്ത്യൻ റെയിൽവേ. ഓക്കെ, അപ്പോൾ EVXGLI ആണ് ഇതിൻ്റെ കോഡഡ് ലാംഗ്വേജ്, ഏതിൻ്റെ? വെക്ടറിൻ്റെ. സംഭവം കിട്ടിയല്ലോ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് അടുത്ത പാർട്ട് നോക്കാം. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ പറയാനകത്ത് ആദ്യം ഏത് ലെറ്റർ ആണോ അത് ആദ്യം മുകളിൽ എഴുതുക, എന്നിട്ട് അതിൻ്റെ താഴെ തന്നെ കോഡഡ് ലാംഗ്വേജ് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലിൻ്റെ ഓപ്പോസിറ്റ് ഒ വരുന്നു, അതായത് ലവ് എന്ന ലെറ്റർ. എയിൻ്റെ ഓപ്പോസിറ്റ് ഇസഡ് വരുന്നു, അതായത് അസ. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് ഓപ്പോസിറ്റ് ലെറ്റർ കോഡിംഗ് ആണ്. അപ്പോൾ നമുക്കിനി കെയർ കണ്ടുപിടിക്കാം. CARE. സിയുടെ ഓപ്പോസിറ്റ് ഏതാണ്? 6 എന്ന് ഞാൻ പറഞ്ഞായിരുന്നു, CIX. അപ്പോൾ എക്സ്. എയുടെ ഓപ്പോസിറ്റ് ഇസഡ്. ആറിൻ്റെ ഓപ്പോസിറ്റ് ഐ. ഇയുടെ ഓപ്പോസിറ്റ് വി. സംഭവം കിട്ടി. അപ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വേർഡ്സ് എല്ലാം പഠിക്കാം, എന്നാൽ മാത്രമേ നമുക്ക് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റത്തെ ടൈപ്പ് നമുക്ക് നോക്കാം. ലാസ്റ്റത്തെ ടൈപ്പ് കോഡിംഗ് ഓഫ് ലെറ്റേഴ്സ് ബൈ ദെയർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് കാറ്റഗറി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ 4 ലെറ്റേഴ്സ് ആണെങ്കിൽ ഇവിടെ 8 എണ്ണം വരും, ഡബിൾ ആയിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ആദ്യത്തെ ലെറ്ററിൻ്റെ ബാക്കിലത്തെ മുമ്പിലത്തെ ലെറ്റേഴ്സാണ് ഇവിടെ വരുന്നത്, അതായത് ദെയർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. സംഭവം പിടി കിട്ടിയോ? എയുടെ ലെഫ്റ്റിലും റൈറ്റ് ഉള്ളതാണ് ഇസഡും ബിയുടെ ലെഫ്റ്റിലും റൈറ്റ് ഉള്ളതാണ് എയും സിയും. ഓക്കെ, സിയുടെ ലെഫ്റ്റിലും റൈറ്റിലുള്ളതാണ് ബിയും ഡിയും. സംഭവം കിട്ടി. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ടൈപ്പ്. രണ്ടാമത്തെ ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇവിടെ നോക്കിയേ ABC, എയുടെ വന്നു, ബിയുടെ വന്നു, ഇവിടെ സിയുടെ വന്നു, ഡിയുടെ വന്നു. ഓക്കെ, അതേപോലെ താഴത്ത് നോക്കി, ഇവിടെ വരുന്നത് ഏറ്റവും അവസാനമാണ് വരുന്നത്. എയുടെ ഇവിടെ വരുന്നു, ബിയുടെ ഇവിടെ വരുന്നു, സിയുടെ ഇവിടെ വരുന്നു, ഡിയുടെ ഇവിടെ. സംഭവം കിട്ടിയോ? അതായത് ഇവിടെ വരാൻ നേരത്ത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നു, താഴത്തോട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും. സംഭവം കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ വരുന്ന 2 ടൈപ്പ് ഉണ്ട്, ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയ സംഭവം പിടികിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ എഴുതുന്നു BAT. ആദ്യം നമ്മുടെ വാക്ക് എഴുതുന്നു, എന്നിട്ട് കോഡഡ് ലാംഗ്വേജ് നേരെ താഴത്തോട്ട് എഴുതുന്നു. ACZBSU. അപ്പോൾ ഇവിടെ താഴത്തോട്ട് തന്നെ എഴുതാൻ നേരത്ത് നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എയുടെ സിയുടെ നടുക്കാണ് ABC. കിട്ടിയോ? ഇസഡ് കഴിഞ്ഞ് AB. ഓക്കെ, PQRSTU. സംഭവം കിട്ടി. അതായത് ഫോർവേഡ് ടൈപ്പാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി SIX. ഓക്കെ, WXY. ഡബ്ല്യുവും വൈ ആണ് എക്സിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുള്ളത്. ഓക്കെ, GHIJ. അപ്പോൾ എച്ച് കഴിഞ്ഞ് ഐ വരുന്നു, അത് കഴിഞ്ഞ് ജെ. കിട്ടി. PQRST. അപ്പോൾ RST. ഇതാണ് നമ്മുടെ ആൻസർ. സംഭവം കിട്ടിയല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഡഡ് വാക്ക് വന്നാലും ആദ്യത്തെ വാക്ക് ഇവിടെ എഴുതണം, രണ്ടാമത് അതിൻ്റെ കോഡഡ് ലാംഗ്വേജ് അതിൻ്റെ താഴെ എഴുതണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കോഡ് ചെയ്യാൻ സാധിക്കും. സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് TOP, ടോപ്പ്. അതിൻ്റെ കോഡഡ് OQNPSU. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിയേ, ടിയുടെ ലെഫ്റ്റിലും റൈറ്റിലുമാണോ O ഉള്ളത്? PQRSTU. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് അവസാനം എഴുതുന്നു. ഓക്കെ, ടിയുടെ SU ഇവിടെ എഴുതുന്നു, അപ്പോൾ പിയുടെ ആണ് ഇവിടെ വന്നേക്കണം. സംഭവം കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വാക്ക് ഇവിടെ എഴുതുക, കോഡഡ് ലാംഗ്വേജ് താഴത്ത് എഴുതുക. അപ്പോൾ നമുക്ക് വേഗം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ GUN. അപ്പോൾ ഇത് എങ്ങനത്തെ ടൈപ്പാണ്? ബാക്ക്വേർഡ് ടൈപ്പാണ്. ജിയുടെ ഏറ്റവും അവസാനം വരണം, എന്നിൻ്റെ ആദ്യം വരണം. ഓക്കെ, അപ്പോൾ ജിയുടെ FGH. അപ്പോൾ FH അവസാനം വരുന്നു, എന്നിൻ്റെ MNO. അപ്പോൾ എമ്മും ഓയും.
ലെഫ്റ്റിലും റൈറ്റിലും ഏതിൻ്റെ എൻ എന്ന അക്ഷരത്തിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ് എമ്മും ഒയും. ഓക്കെ, അപ്പോൾ യുടെ എങ്ങനെ വരും? STUV. അപ്പോൾ ടിയും വിയും വരും. ഇതാണ് നമ്മുടെ ആൻസർ. സംഭവം കിട്ടിയല്ല. അപ്പോൾ കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിൽ നമ്മൾ ഇമ്പോർട്ടായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, അതായത് തന്നിരിക്കുന്ന വേർഡ് ആദ്യം എഴുതുക, കോഡഡ് ലാംഗ്വേജ് രണ്ടാമത് എഴുതുക, എന്നിട്ട് അതിൻ്റെ റിലേഷൻ കണ്ടുപിടിക്കുക. ഇങ്ങനെ എഴുതാനത്ത് വേഗം നമുക്ക് റിലേഷൻ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, ഇതിപ്പോൾ നിങ്ങളുടെ അഡീഷൻ ഷീറ്റിലാണ് നിങ്ങൾ ഇങ്ങനെ എഴുതാൻ ഞാൻ പറഞ്ഞേക്കണം. നിങ്ങളിത് ചെയ്ത് പഠിക്കാൻ നേരത്ത് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അതപ്പോൾ കുറച്ച് കൂടെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.